എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC പരീക്ഷാഫലം നാളെ വൈകിട്ട് 3 മണിക്ക് വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് SSLC.exam.kerala.gov.in അതുപോലെ തന്നെ results.kite.kerala.gov.in എന്നീ വെബ്സൈറ്റുകൾ വഴി വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കും. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ് SSLC പരീക്ഷയിൽ ജയിക്കാനായിട്ട് എത്ര മാർക്കാണ് വേണ്ടത് എന്നുള്ളത്. ഇത് ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 100 മാർക്ക്, അതായത് CE ഉൾപ്പെടെ 100 മാർക്കാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ജയിക്കാനായിട്ട് 30 മാർക്കും, അതുപോലെ 50 മാർക്ക്, അതായത് 40 മാർക്ക് എഴുത്ത് പരീക്ഷയും CE 10 മാർക്ക് ഉൾപ്പെടെ ഉള്ള ആ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് ജയിക്കാനായിട്ട് വേണ്ടത് 15 മാർക്കുമാണ് വേണ്ടത്. അതായത് ആകെ മാർക്കിൻ്റെ 30% മുതൽ 39% വരെയാണ് ജയിക്കാൻ വേണ്ട മാർക്ക്. അതായത് മിനിമം ഗ്രേഡ് എന്ന് പറയുന്നത് D+ ഗ്രേഡെങ്കിലും നേടിയിരിക്കണം എന്നുള്ളതാണ് നിബന്ധന. അപ്പോൾ D+ ലഭിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ ജയിക്കുന്നതാണ്. നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റിൽ മാർക്ക് ഉണ്ടാകുന്നതല്ല, ഗ്രേഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഏത് ഗ്രേഡ് ലഭിച്ചു എന്നുള്ളതാണ് ഉണ്ടാവുക. അതിൽ D+ എങ്കിലും, അതായത് D+ എങ്കിലും മിനിമം കിട്ടിയാൽ മാത്രമാണ് ആ ഒരു വിദ്യാർത്ഥി ആ ഒരു സബ്ജക്റ്റ് ജയിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു 100-ൽ 30 മാർക്ക് എന്ന് പറയുന്നത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് വാങ്ങാം. എഴുത്ത് പരീക്ഷയിൽ നിങ്ങൾക്ക് 10 മാർക്കും ഫുൾ CE മാർക്ക്, അതായത് 20 മാർക്ക് ഫുൾ CE കിട്ടുകയാണെങ്കിൽ ആ ഒരു 100 മാർക്കിൽ നിങ്ങൾ ജയിക്കും. ഈ ഒരു 100 മാർക്കിൽ വരുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത്, അതായത് 50 മാർക്ക് എഴുത്ത് പരീക്ഷയും 20 മാർക്ക് CE ഉൾപ്പെടെ ടോട്ടൽ 100 മാർക്കാണ്. അതിൽ ഇംഗ്ലീഷ്, അതുപോലെ തന്നെ ഗണിതശാസ്ത്രം, അതുപോലെ തന്നെ സോഷ്യൽ സയൻസ് എന്നിങ്ങനെയുള്ള വിഷയങ്ങളാണ് 80-ൽ വരുന്നത്. ബാക്കി എല്ലാ വിഷയങ്ങളും 40-ലാണ് വരിക. 10 മാർക്ക് CE കൂട്ടുമ്പോൾ 80 മാർക്കിൻ്റെ വിഷയത്തിൽ 20 മാർക്ക് CE കൂട്ടുമ്പോൾ 100 മാർക്ക്. അപ്പോൾ ഈ ഒരു 50 മാർക്കിൻ്റെ ഇതിൽ നിങ്ങൾക്ക് 5 മാർക്ക് എഴുത്ത് പരീക്ഷയിലും ഫുൾ മാർക്ക് CEയും കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു സബ്ജക്റ്റ് ടോട്ടലി പാസ്സാവുന്നതായിരിക്കും. അപ്പോൾ ഇത്ര മാത്രമാണ് വിദ്യാർത്ഥികൾ ജയിക്കാനായിട്ട് വേണ്ടത്. അതായത് 80 മാർക്കിൻ്റെ വിഷയത്തിൽ 10 മാർക്കും, അതുപോലെ തന്നെ 40 മാർക്കിൻ്റെ വിഷയത്തിൽ നിങ്ങൾക്ക് 5 മാർക്കും അതിനോടൊപ്പം ഫുൾ CE മാർക്കും കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു സബ്ജക്റ്റ് ജയിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ വിദ്യാർത്ഥികളും ജയിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. വിദ്യാർത്ഥികൾ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് മിനിമം വേണ്ട മാർക്ക് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 50 മാർക്കിൽ 15-ഉം അതുപോലെ 100 മാർക്കിൽ 30 മാർക്കുമാണ് ജയിക്കാനായിട്ട് വേണ്ടത്. CE ഉൾപ്പെടെയുള്ള മാർക്കാണ്. CE കുറക്കുന്ന സമയത്ത് 10 മാർക്കാണ് 80 മാർക്കിൻ്റെ വിഷയത്തിൽ വേണ്ടത്. അതുപോലെ തന്നെ 40 മാർക്കിൻ്റെ വിഷയത്തിൽ നിങ്ങൾ മിനിമം ഒരു 5 മാർക്കെങ്കിലും വാങ്ങിച്ചാൽ മാത്രമാണ് നിങ്ങൾ ആ ഒരു വിഷയം പാസ്സാവുക. നിങ്ങളുടെ SSLC റിസൾട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ മാർക്ക് ഉണ്ടാവില്ല, ഗ്രേഡ് മാത്രമാണ് ഉണ്ടാവുക. ഇനി A+ ലഭിക്കുന്നതിനും അതുപോലെ മറ്റ് ഗ്രേഡുകൾ ലഭിക്കുന്നതിനും എത്ര മാർക്ക് വേണം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ അത് നമുക്ക് ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് A+ ഗ്രേഡ് ലഭിക്കുന്നതിനായിട്ട് എത്ര മാർക്ക് വേണം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ 100 മാർക്ക്, അതായത് 100 മാർക്കിൽ ആണെങ്കിൽ 90 മുതൽ 100 വരെ മാർക്ക് ലഭിക്കുകയാണെങ്കിലാണ് 80 മാർക്കിൻ്റെ വിഷയത്തിൽ, അതായത് 20 മാർക്ക് CE ഉൾപ്പെടെ 100-ലാണ് വരിക. അതിൽ നിങ്ങൾക്ക് 90 മുതൽ 100 വരെ മാർക്ക് കിട്ടുകയാണെങ്കിൽ A+ ഗ്രേഡും, അതുപോലെ തന്നെ നിങ്ങൾക്ക് 80 മുതൽ, അതായത് 89 വരെ മാർക്ക് കിട്ടുകയാണെങ്കിൽ A ഗ്രേഡുമാണ് കിട്ടുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് 70 മുതൽ 79 വരെ മാർക്ക് കിട്ടുകയാണെങ്കിൽ B+ ഗ്രേഡും, 60 മുതൽ 69 വരെ മാർക്ക് ലഭിക്കുകയാണെങ്കിൽ B ഗ്രേഡുമാണ് കിട്ടുക. അതുപോലെ 50 മുതൽ 59 വരെ മാർക്ക് ലഭിക്കുകയാണെങ്കിൽ C+ ഗ്രേഡും, അതുപോലെ തന്നെ 40 മുതൽ 49 വരെ മാർക്ക് കിട്ടുകയാണെങ്കിൽ C ഗ്രേഡുമാണ് ലഭിക്കുക. അതുപോലെ തന്നെ 30 മുതൽ 39 വരെ മാർക്ക് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് D+ ഗ്രേഡും, 20 മുതൽ 29 വരെ മാർക്ക് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് D ഗ്രേഡും, 20 മാർക്കിന് താഴെയാണെങ്കിൽ E ഗ്രേഡുമാണ് കിട്ടുക. നിങ്ങൾ മിനിമം D+ ഗ്രേഡെങ്കിലും, അതായത് D+ ഗ്രേഡെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് SSLC പരീക്ഷയിൽ ആ ഒരു സബ്ജക്റ്റ് ജയിക്കുകയുള്ളൂ. ഇനി നമുക്ക് 50 മാർക്കിൻ്റെ വിഷയത്തിൻ്റെ കാര്യം നോക്കാം. അതിൽ 45 മുതൽ നിങ്ങൾക്ക് 50 വരെ മാർക്ക് കിട്ടുകയാണെങ്കിലാണ് A+ ഗ്രേഡ് കിട്ടുക. 40 മുതൽ 44 വരെ നിങ്ങൾക്ക് ആ ഒരു റേഞ്ചിൽ മാർക്ക് കിട്ടുകയാണെങ്കിൽ A ഗ്രേഡും, അതുപോലെ 35 മുതൽ 39 വരെ മാർക്കാണ് കിട്ടുന്നതെങ്കിൽ B+ ഗ്രേഡുമാണ് കിട്ടുക. അതിനുശേഷം 30 മുതൽ 34 വരെ കിട്ടുകയാണെങ്കിൽ B ഗ്രേഡും, അതുപോലെ തന്നെ 25 മുതൽ 29 വരെ കിട്ടുകയാണെങ്കിൽ C+ ഗ്രേഡുമാണ് കിട്ടുക. 20 മുതൽ 24 വരെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് C ഗ്രേഡാണ് കിട്ടുക. അതുപോലെ 15 മുതൽ
19 വരെ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ, അതായത് 15 മുതൽ 19 വരെ മാർക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ D+ ഗ്രേഡുമാണ് ലഭിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് 10 മുതൽ 14 വരെ കിട്ടുകയാണെങ്കിൽ D ഗ്രേഡും, അതിന് താഴെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെങ്കിൽ E ഗ്രേഡുമാണ് കിട്ടുക. 40 മാർക്കിൻ്റെ വിഷയത്തിൽ നിങ്ങൾ മിനിമം 15 മാർക്ക് മുതൽ 19 വരെ മാർക്ക് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ, അതായത് മിനിമം 15 മാർക്കെങ്കിലും ടോട്ടൽ CE ഉൾപ്പെടെ 50-ൽ നിങ്ങൾക്ക് 15എങ്കിലും കിട്ടിയാൽ മാത്രമാണ് D+ ഗ്രേഡ് കിട്ടുക. അപ്പോൾ ഈ ഒരു D+ ഗ്രേഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് വിദ്യാർത്ഥികൾ ആ ഒരു സബ്ജക്റ്റ് ജയിക്കുകയുള്ളൂ. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ജയിക്കാനായിട്ട് ജസ്റ്റ് എഴുത്ത് പരീക്ഷയിൽ നിങ്ങൾക്ക് ഈ ഒരു 40 മാർക്കിൻ്റെ വിഷയത്തിൽ 5ഉം അതുപോലെ 80 മാർക്കിൻ്റെ വിഷയത്തിൽ 10 മാർക്കും ഇതിനോടൊപ്പം ഫുൾ CE മാർക്കും നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിലാണ് ആ ഒരു സബ്ജക്റ്റ് ജയിക്കുക. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾ റിസൾട്ട് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. കാരണം SSLC പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളിൽ ഭൂരിഭാഗം വിദ്യാർത്ഥികളും, അതായത് ഏകദേശം 99% വിദ്യാർത്ഥികളും SSLC പരീക്ഷ ജയിക്കാറുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നു. Thank you for watching.